ഇത്രമേൽ ചരിത്രത്തെ മാറ്റിമറിച്ച മറ്റൊരു മൊമെൻ്റ് ഉണ്ടായിട്ടില്ല. മനുഷ്യർ തേടുന്നത് ശക്തരെയാണെങ്കിൽ ദൈവം തേടുന്നത് എളിമയുള്ളവരെയാണ്. അഹങ്കാരമുള്ളവർക്ക് നല്ല വാക്കുകൾ ഡിലൈറ്റാണ്, ആനന്ദമാണ്. എന്നാൽ എളിമയിൽ നിറഞ്ഞിരിക്കുന്നവർക്ക് കേൾക്കുന്ന ഒരു നല്ല വാക്ക് പോലും ഒരു പെടച്ചിലാണ്, ഒരു അസ്വസ്ഥതയാണ്. സ്നേഹം ഒരിക്കലും നിർബന്ധിക്കില്ല, സ്നേഹം ക്ഷണിക്കുകയേ ഉള്ളൂ. നിർബന്ധിക്കുമ്പോഴാണ് സ്നേഹം ടോക്സിക് ആയിട്ട് മാറുന്നത്. നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, വാഗ്ദാനത്തിൻ്റെ പെട്ടകമേ, നിക്ഷേപത്തിൻ്റെ പാത്രമേ, മറിയമാണ് പുതിയ വാഗ്ദാന പേടകം. മുന്നോട്ടുള്ള യാത്രയിലെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കിയിട്ട് പറയുന്നതല്ല ഫിയാത്ത്, അതല്ല വിശ്വാസം. പിന്നെയോ മുമ്പിൽ മുഴുവൻ അവ്യക്തതയാണെങ്കിലും മുമ്പിൽ നടക്കുന്നവനെ കണ്ടിട്ട് പറയേണ്ടതിൻ്റെ പേരാണ് ഫിയാത്ത്. ആ ഫിയാത്താണ് നമ്മുടെ ഫെയ്ത്ത്. ഇടിമുഴക്കമില്ല, മിന്നലില്ല, കൊടുങ്കാറ്റില്ല, ഭൂകമ്പമില്ല, ഒരു ബഹളവുമില്ലാതെ വചനം മാംസമാകുന്നു. ഒറ്റ കാര്യം നടന്നുള്ളൂ, അവൾ പറഞ്ഞു സമ്മതം. ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടന്നത് നിശബ്ദതയിലാണ് പ്രിയമുള്ളവരെ. ഇനിയും പിറക്കാത്തൊരു കുഞ്ഞായി ഒരമ്മയുടെ ഉദരത്തിലേക്കാണ് ദൈവം തന്നെ ഇറങ്ങി വന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ കാക്കണേ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ കൈവിട്ട് കളയരുതേ. ഓൾവേസ് റിമെമ്പർ, God enters the world as an unborn child. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായി ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന 15 ദിവസത്തെ ശുശ്രൂഷയുടെ 3-ാം ദിവസം, വാക്കിംഗ് വിത്ത് മേരി ഫ്രം ഇറ്റേണിറ്റി ടു ഹെവൻ. നിത്യതയിൽ നിന്ന് സ്വർഗത്തോളം മറിയത്തോടൊപ്പം നമ്മൾ നടത്തുന്ന യാത്രയുടെ 3-ാമത്തെ ദിവസം. ഓരോ ദിവസവും നമ്മൾ ധ്യാനിച്ചു വരുന്നത് അതിൻ്റെ തുടർച്ചയിൽ മനസ്സിലാക്കി പോണേ. അതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ ഇത് കാണുന്നവരുണ്ടെങ്കിൽ 1-ാം എപ്പിസോഡ് തൊട്ട് കണ്ടുവരുന്നതാണ് ഉചിതം. ഇനി ഇങ്ങനെ കണ്ടുവരുന്ന വഴിക്ക് ആ കണ്ടിന്യൂവേഷൻ മുറിയുന്നുവെന്ന് ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് കാണുന്ന ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ സ്പെൻഡ് സം ടൈം വാച്ചിങ് ദ പ്രീവിയസ് എപ്പിസോഡ്സ്. മുൻപത്തെ എപ്പിസോഡും കൂടെ വായിച്ചു വന്നാൽ ഈ യാത്ര കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റും. പലരും പറയുന്നുണ്ട്, ഒത്തിരി പേര് ഫീഡ് മൈ ഷീപ്പ് നമ്പറിലേക്കും എനിക്കുമൊക്കെ മെസ്സേജ് അയച്ച് ഇത് പറയുന്നതിൻ്റെ ഫീഡ്ബാക്ക് തരുന്നത്. അപ്പോൾ എനിക്ക് ക്ലാരിറ്റി കിട്ടും. കാരണം ഞാൻ ഓരോ ദിവസവും അന്നന്നേക്കുള്ളതാണ് എടുത്തെടുത്ത് നേരത്തെ പ്രീ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ലത്. ഈ കാനഡയിൽ ധ്യാനങ്ങളാണ്, അതിൻ്റെ തിരക്കിനിടയ്ക്ക് കിട്ടുന്ന സമയത്ത് ഇത് ചെയ്ത് അയച്ചു തരുന്നതാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ഒറ്റ കേൾവിയിൽ എല്ലാം മനസ്സിലാക്കുന്ന വിധത്തിലല്ല, മറിച്ച് കുറേ കൂടെ ഡെപ്ത്, അത് കേൾക്കും തോറും വീണ്ടും മനസ്സിലായി വരുന്നു, വ്യക്തത കിട്ടുന്നു പല കാര്യങ്ങൾക്കും. ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക്. ഒപ്പം ഒരുമിച്ച് ആ യാത്ര പൂർത്തിയാക്കുകയും ചെയ്യാം. മറ്റുള്ളവരിലേക്ക് ഇത് കഴിവതും അയച്ചു കൊടുക്കണം. 1-ാമത്തെ ദിവസം നമ്മൾ ധ്യാനിച്ചത് മറിയം ഒരു ആഫ്റ്റർ തോട്ടല്ല, ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ ആഫ്റ്റർ തോട്ടല്ല മറിയം. ദൈവത്തിൻ്റെ നിത്യതയിലുള്ള സ്നേഹ പദ്ധതിയുടെ ഭാഗമാണ് മറിയം. അതായത് നക്ഷത്രങ്ങളും സൂര്യനും സമുദ്രവും മലനിരകളും രൂപപ്പെടുന്നതിന് മുമ്പേ മറിയം കർത്താവിൻ്റെ മനസ്സിലുണ്ട് എന്നാണ് നമ്മൾ ആദ്യം ധ്യാനിച്ചത്. 2-ാമത്തെ ദിവസം ധ്യാനിച്ചത്, ഇന്നലെ ധ്യാനിച്ചത് ദൈവം മറിയത്തെ ഒരുക്കിയ രീതിയാണ്. ഇമാക്കുലേറ്റ് ഈസ് നോട്ട് ദ പ്രിവിലേജ് ഓഫ് മേരി ബട്ട് ദ പ്രിവിലേജ് ഓഫ് മെസ്സയ എന്നാണ് നമ്മൾ ഇന്നലെ ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഓരോ ദിവസവും ഒറ്റ വാക്കിൽ ചുരുക്കാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ഡേ ഇറ്റ് വാസ് ഓൾ അബൌട്ട് വണ്ടർ, നമ്മൾ അത്ഭുതപ്പെടുകയായിരുന്നു, വണ്ടർ. സെക്കൻഡ് ഡേ ഇറ്റ് വാസ് പ്യൂരിറ്റി, ശുദ്ധതയായിരുന്നു, മറിയത്തിൻ്റെ ശുദ്ധത. ഇന്ന് ഒറ്റ വാക്ക് പറഞ്ഞു തരികയാണ്, ഇറ്റ് വാസ് വണ്ടർ ഓൺ ദ ഫസ്റ്റ് ഡേ, ഇറ്റ് വാസ് പ്യൂരിറ്റി ഓൺ ദ സെക്കൻഡ് ഡേ, നൗ ഇറ്റ് ഈസ് സറണ്ടർ. സറണ്ടർ ആണ് ഇന്ന് 3-ാം ദിവസം. ഇന്നലെ ഇഫ് ഇറ്റ് വാസ് അബൌട്ട് പ്രിപ്പറേഷൻ, ടുഡേ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഡിസിഷൻ. ഇന്നലെ ഒരുക്കം, ഇന്ന് തീരുമാനം ആണ്. പ്രിപ്പറേഷൻ, ടുഡേ ഇറ്റ് ഈസ് ഡിസിഷൻ. ചില തീരുമാനങ്ങൾ ചരിത്രത്തെ മാറ്റിമറിക്കും.
നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ചരിത്രം ഇഷ്ടമുള്ളവർക്കറിയാം, ഒരു പക്ഷേ ഒരു രാജാവ്, ഒരു ഭരണാധികാരി ഇടുന്നൊരു ഒപ്പ്, ഒരു ട്രീറ്റി ചരിത്രത്തെ മാറ്റിമറിക്കാറുണ്ട്. ചില ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകൾ, സയൻറ്റിസ്റ്റുകളുടെ ഡിസ്കവറീസ് ചരിത്രത്തെ മാറ്റിമറിക്കും. ചില നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ ചരിത്രത്തിൻ്റെ വഴി മാറ്റിവിടും. നമ്മൾ ചരിത്രത്തിൽ പല ആവർത്തി കണ്ടിട്ടുണ്ട്. പണ്ട് മാർക്ക് ആൻ്റണി തൊട്ട് ഇങ്ങോട്ട് ചില നേതാക്കന്മാർ പറഞ്ഞ പ്രസംഗങ്ങൾ ചരിത്രത്തെ വഴിമാറ്റുന്ന പ്രസംഗങ്ങളാണ്. എന്നാൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പോലെ ഒരു മൊമെൻ്റ്, ഇത്രമേൽ ചരിത്രത്തെ മാറ്റിമറിച്ച മറ്റൊരു മൊമെൻ്റ് ഉണ്ടായിട്ടില്ല. ഇത് നടന്നത് ഒരു സാധാരണ ഗ്രാമത്തിൽ, അവിടെ അതിലും സാധാരണമായ ഒരു വീട്ടിൽ, പ്രത്യേകിച്ച് എർത്ത്ലി പവേഴ്സ്, ഭൂമിയുടെ കാഴ്ചപ്പാടിൽ, ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള അതിസ്വാഭാവിക കഴിവുകളോ ശക്തികളോ ഒന്നുമില്ലാത്ത ഒരു പെൺകുട്ടി ഒരു ഹിഡൻ പ്ലേസിലിരുന്ന് ചരിത്രത്തെ തന്നെ വഴിമാറ്റി വിട്ടു, ചരിത്രഗതി മാറ്റിമറിച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ പ്രത്യേകത അങ്ങനെയാണ്. ദൈവം മനുഷ്യർ തേടുന്നത് ശക്തരെയാണെങ്കിൽ ദൈവം തേടുന്നത് എളിമയുള്ളവരെയാണ്. ഹ്യൂമൻ സീക്സ് ദ പവർഫുൾ, വെദറാസ് ഗോഡ് സീക്സ് ദ ഹംബിൾ. ദൈവം എളിമയുള്ളവരെ തേടി വരുന്നു. നസ്രത്ത് എന്ന ആ ചെറിയ ഗ്രാമത്തിൽ മറിയം എന്ന ആ പെൺകുട്ടി, അവളുടെ അടുത്തേക്ക് ദൈവം വരുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. നസ്രത്ത് വളരെ അപ്രസക്തമായ ഒരു ഗ്രാമമാണ്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷം 1-46 നിഷ്കളങ്കനായ നിഷ്കപടനായ നഥാനിയേൽ പോലും ചോദിച്ചു പോകുന്നു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? കാരണം നസ്രത്ത് അത്ര ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, അത്ര പ്രസക്തി ഒന്നുമില്ലാത്തൊരു നാടാണ് നസ്രത്ത്. പക്ഷേ മനുഷ്യർ കാണാതെ പോകുന്നതിനെ ദൈവം കാണുന്നു. മനുഷ്യർ സ്വാധീനമാണ് അന്വേഷിക്കുന്നതെങ്കിൽ ദൈവം തേടുന്നത് തുറവിയാണ്. ആ തുറവി കർത്താവ് കണ്ടത് നസ്രത്തിലെ ആ പെൺകുട്ടിയിലാണ്. ലൂക്കാ സുവിശേഷം 1:28 നമ്മൾ ഇന്നലെ ധ്യാനിച്ചത്, മാലാഖ ഗബ്രിയേൽ സ്വർഗ കവാടത്തിൽ നിന്ന് മറിയത്തെ തേടി വരുന്നു, പറയുന്നു, കെക്കരി തോമനെ, ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ, സ്വസ്തി, ഹെയിൽ. ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ ആ നിമിഷങ്ങളുടെ ആരംഭം കുറിക്കുകയാണ്. മറിയമാകട്ടെ ഇത് കേട്ട് അസ്വസ്ഥയായി എന്നാണ്. ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്തെന്ന് അവൾ ചിന്തിച്ചു. ഈ വചനം കേട്ടപ്പോൾ വളരെ അസ്വസ്ഥയായി. ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്തെന്ന് അവൾ ചിന്തിച്ചു. അഹങ്കാരമുള്ളവർക്ക് നല്ല വാക്കുകൾ ഡിലൈറ്റാണ്, ആനന്ദമാണ്. എന്നാൽ എളിമയിൽ നിറഞ്ഞിരിക്കുന്നവർക്ക് കേൾക്കുന്ന ഒരു നല്ല വാക്ക് പോലും ഒരു പെടച്ചിലാണ്, ഒരു അസ്വസ്ഥതയാണ്. അതിൻ്റെ ഇതുപോലുള്ള മനുഷ്യർ നമുക്ക് കാണാൻ പറ്റും. നല്ല തെളിവാണ് മറിയം. ഞാനും കണ്ടിട്ടുണ്ട്. അതായത് ഉള്ളിലെവിടെയോ ഒരു ചെറിയ അഹങ്കാരമുള്ളവർക്ക് അവരോട് ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അവരൊന്നുകൂടൊന്ന് എനിക്കറിയായിരുന്നു, നിങ്ങൾക്കിപ്പം മനസ്സിലായെന്നേ ഉള്ളൂ. നമ്മളായിരുന്നെങ്കിൽ മാലാഖയോട് പറഞ്ഞാൽ എനിക്കിത് പണ്ടേ അറിയാം, മാലാഖയ്ക്ക് മനസ്സിലാക്കാൻ വൈകിപ്പോയെന്നേ ഉള്ളൂ. അതേസമയം ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഞാൻ ചില നല്ല വിശുദ്ധരായ അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. നമ്മൾ പറയുന്നൊരു നല്ല വാക്കിൽ പോലും അവരൊന്ന് പിടഞ്ഞു പോകും. ആ പിടച്ചിലിൻ്റെ ഏറ്റവും ഭംഗിയുള്ള വേർഷനായിരിക്കും മറിയത്തിൻ്റെ ഈ അസ്വസ്ഥത. ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്തെന്ന് അവൾ ചിന്തിച്ചു. അപ്പോൾ ദൂതൻ ഇടപെടുകയാണ്. ദൂതൻ പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. മെല്ലെ മറിയത്തെ ഒരുക്കുകയാണ്. അതിൻ്റെ പിന്നാലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിളംബരം, ഏറ്റവും വലിയ അനൗൺസ്മെൻറ്റ് നടക്കുകയാണ്. പറ്റുമെങ്കിൽ ഇന്ന് ബൈബിൾ എടുത്തു വെച്ച് നല്ല പരിചയമുള്ള ഭാഗമാണ്, ഒന്നുകൂടെ ഈ ധ്യാനത്തിൻ്റെ ഭാഗമായിട്ടൊന്ന് വായിച്ചാൽ നല്ലതാണ്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ലൂക്കാ സുവിശേഷം 1:31 മുതൽ. നീ അവന് ഈശോ എന്ന പേര് ഇടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഈ കാലം മുഴുവൻ മനുഷ്യകുലം കാത്തിരുന്ന മിശിഹ ദാ വരുന്നു. അബ്രാഹത്തിൻ്റെ പ്രത്യാശയായ മിശിഹ, ദാവീദിൻ്റെ പുത്രനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹ. യേശയ്യ ആരെക്കുറിച്ചാണോ പ്രവചിച്ചു വച്ചിരുന്നത്, ആ ഇമ്മാനുവേൽ ദാ നസ്രത്തിലെ ഒരു വീടിൻ്റെ പടിവാതിൽക്കൽ, അറ്റ് ദ ഡോർ സ്റ്റെപ്പ് ഓഫ് എ ഹംബിൾ ഹോം ഓഫ് നസ്രത്ത്, വന്ന്
നിൽക്കുകയാണ്. ഇവിടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോഡ് വെയിറ്റ്സ്, ദൈവം കാത്തിരിക്കുന്നു. മറിയത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടി, മറുപടിക്ക് വേണ്ടി ദൈവം കാത്തിരിക്കുന്നു. ഏതു ദൈവം? ആര്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, ചെങ്കടലിനെ പകുത്തവൻ, സീനായിൽ കൽപ്പന കൊടുത്തവൻ, അഗ്നിസ്തംഭമായി മേഘത്തൂണായി കൂടെ നടന്നവൻ, മന്ന പെയ്ച്ചവൻ, പാറയിൽ നിന്ന് ജലമൊഴുക്കിയവൻ, ഏലിയായുടെ ബലിയെ അഗ്നിയിറക്കി സ്വീകരിച്ചവൻ, ആ ദൈവം മറിയം എന്ന പെൺകുട്ടിയുടെ മുമ്പിൽ കാത്തിരിക്കുന്നു അവളുടെ ഉത്തരത്തിനു വേണ്ടി. അതിൻ്റെ അർത്ഥം, ഗോഡ് വിൽ നെവർ ഫോഴ്സ് ഹിസ് പ്ലാൻ അപ്പോൺ ഹ്യൂമാനിറ്റി. മനുഷ്യകുലത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതി അടിച്ചേൽപ്പിക്കുകയില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പറയട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ലവ് നെവർ ഫോഴ്സസ്, ലവ് ഇൻവൈറ്റ്സ്. സ്നേഹം ഒരിക്കലും നിർബന്ധിക്കില്ല, സ്നേഹം ക്ഷണിക്കുകയേ ഉള്ളൂ. നിർബന്ധിക്കുമ്പോഴാണ് സ്നേഹം ടോക്സിക് ആയിട്ട് മാറുന്നത്. നമുക്കിടയിലൊക്കെ ഇപ്പം അത് കൂടുന്നുണ്ട്. ലവ് നെവർ ഫോഴ്സസ്. സ്നേഹം നിർബന്ധിക്കില്ല പ്രിയമുള്ളവരെ. ദൈവം പോലും അവൻ്റെ ഏറ്റവും വലിയ സ്നേഹപദ്ധതിയായ ഈ സാൽവേഷൻ, രക്ഷാകര കർമ്മം ഭൂമിയിൽ ആ പ്രൊജക്റ്റ് ഓണാക്കാൻ ദൈവം നിർബന്ധിക്കുന്നില്ല. ലവ് നെവർ ഫോഴ്സസ്. സ്നേഹം നിർബന്ധിക്കില്ല, സ്നേഹം ക്ഷണിക്കുകയുള്ളൂ. നമുക്കും മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ നിർബന്ധിപ്പിച്ചും സ്നേഹിക്കാതിരിക്കാം. മറിച്ച് നമുക്ക് ക്ഷണിക്കാം. നമ്മുടെ സ്നേഹ പരിസരങ്ങളിലേക്ക്, നമ്മുടെ സ്നേഹത്തിൻ്റെ ചുറ്റുപാടിലേക്ക്, സ്നേഹഹൃദയത്തിലേക്ക് നമുക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാം. ലവ് നെവർ ഫോഴ്സസ്, ലവ് ഇൻവൈറ്റ്സ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നില്ലേ, നമ്മൾ ഈ വർഷം ഫിയാത്ത് മംഗളവാർത്ത തിരുനാളിനൊരുക്കമായിട്ട് 3 ദിവസത്തെ ഫിയാത്ത് പ്രോഗ്രാം ഫീഡ് മൈ ഷീപ്പിൽ വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സഭാപിതാക്കന്മാർ പറയുന്ന ഒന്ന്, ദ ഹോൾ ക്രിയേഷൻ, സൃഷ്ടപ്രപഞ്ചം മുഴുവൻ മറിയത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടി കാത്തിരുന്ന മൊമെൻ്റാണതെന്ന്. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ മറിയത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടി കാത്തിരുന്നു. വൈ? ബിക്കോസ് നസ്രത്ത് കൺസേൺസ് ദ ഹോൾ ഹ്യൂമാനിറ്റി. ഈ നസ്രത്ത് മനുഷ്യകുലം മുഴുവനെയും ബാധിക്കും. നസ്രത്തിൻ്റെ ഉത്തരം മനുഷ്യകുലത്തെ മുഴുവൻ ബാധിക്കും. അപ്പോൾ അടുത്തത് മറിയം ചോദിക്കുന്നു, ഹൗ? ഇതെങ്ങനെ സംഭവിക്കും? 1:34 മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? മറിയത്തിൻ്റെ ആ ചോദ്യം ഉണ്ടല്ലോ, അത് സംശയത്തിൻ്റെ ചോദ്യമല്ല. നെവർ തിങ്ക് ദാറ്റ് മേരി ഈസ് ഡൗട്ടിങ് ഡിവൈൻ പ്ലാൻ. മറിയം ദൈവത്തിൻ്റെ പദ്ധതിയെ സംശയിച്ചതല്ല. അതിനു മുമ്പ് സക്കറിയ ദൈവത്തെ സംശയിച്ചു. മറിയത്തിൻ്റെത് സംശയമല്ല. മറിയത്തിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം എന്നറിയാമോ? ഞാനത് ഇംഗ്ലീഷിൽ വായിച്ച് കേൾപ്പിക്കാം. ഇംഗ്ലീഷിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ, ദോസ് ഹു വിഷ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് ദേ മേ നോ ഇറ്റ് നൗ. അതിനുശേഷം ഞാനത് മലയാളത്തിലും കൂടെ പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് വേണമെങ്കിൽ കേട്ടിട്ട് ഇതിങ്ങനെ തന്നെ കമൻറ്റിൽ ആർക്കെങ്കിലും ടൈപ്പ് ചെയ്തിടാൻ പറ്റിയാൽ ഈ കേട്ടവർക്ക് ഒന്നുകൂടെ അത് വായിച്ച് മനസ്സിലാക്കാനോ കുറിച്ചെടുക്കാനോ ഇറ്റ് മേ ഹെൽപ്പ്. ഇങ്ങനെയാണത്. മറിയം ചോദിക്കുന്നു, നമുക്ക് വേണമെങ്കിൽ തോന്നാം, എന്താ ഈ മറിയം ഇങ്ങനെ ചോദിച്ചേ? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അതെങ്ങനെ ആ സെൻറ്റൻസ് അവിടെ കയറി വന്നേ? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. നമ്മളിത് സ്ഥിരം വായിച്ചത് കൊണ്ട് നമുക്കിതിനകത്ത് അത്ഭുതം മിസ്സിംഗ് ആണ്. ഇതിൻ്റെ അർത്ഥം, മേരി desires to understand how God's will can be fulfilled while remaining faithful to the vocation she has embraced. Mary desires to understand how God's will can be fulfilled while remaining faithful to the vocation she has already embraced. മറിയം മുമ്പേ സ്വീകരിച്ച ഒരു ദൈവവിളിയും മറിയം മുമ്പേ നടത്തിയ ഒരു സമർപ്പണവും ഉണ്ടെന്ന്. എന്താണ് ആ ദൈവവിളിയും എന്താണ് ആ സമർപ്പണവും? കന്യാവ്രതം. മറിയം മുമ്പേ തന്നെ കന്യകയായി സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പം മറിയത്തിന് ഇത്രേ അറിയേണ്ടതുള്ളൂ. മറിയം ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പം മറിയം ചോദിക്കുകയാണ്, ഞാനൊരു സമർപ്പണം നടത്തി കഴിഞ്ഞല്ലോ. ആ സമർപ്പണത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഈ പദ്ധതി എങ്ങനെ നടക്കും? അത് പോസിബിൾ ആണോ? അതോ ഞാൻ ആ സമർപ്പണം തന്നെ പിൻവലിക്കണോ? മറിയത്തിൻ്റെ കൺസേൺ അങ്ങനെയൊക്കെയാണ്. ഞാൻ ആ സമർപ്പണം തന്നെ പിൻവലിക്കണോ? എൻ്റെ ആ ദൈവവിളിയുടെ ആ മേഖലയിൽ നിന്ന് മാറണോ? അപ്പോൾ അതുകൊണ്ടല്ലേ ഇപ്പം നോക്കിക്കേ, അങ്ങനെ ചിന്തിക്കുമ്പോൾ മാലാഖ പറഞ്ഞ ഉത്തരം ഇറ്റ് മേക്സ് സെൻസ്. അല്ലെങ്കിൽ നമുക്ക് ഈ ചോദ്യ ഉത്തരം കൂടെ മാച്ചിങ് അല്ലെന്ന് ഫീൽ ചെയ്യും. മറിയം ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. എന്താ കാര്യം? അറിയുന്നില്ലോ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് അറിഞ്ഞില്ലല്ലോ, ഇന്നലെ അറിഞ്ഞില്ലല്ലോ എന്ന് മാത്രമല്ല,
ഞാൻ അറിയാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. ഞാൻ കന്യകയായി ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിച്ച് കഴിഞ്ഞതല്ലേ. ദെൻ ഹൗ ദിസ് ക്യാൻ ബി ഫുൾഫിൽഡ്? അപ്പോൾ ഉത്തരം കൊടുക്കുകയാണ് ഗബ്രിയേൽ മാലാഖ. നീ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതായത് മറിയമേ, നിന്റെ സമർപ്പണത്തിന് നീ സ്വീകരിച്ചിരിക്കുന്ന ദൈവവിളിക്ക് യാതൊരു കോട്ടവുമില്ല. നീ കന്യകയായി തന്നെ തുടരും. ഇത് സംഭവിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ലൂക്കാ സുവിശേഷകൻ ഇവിടെ വളരെ ദൈവനിവേശിതമായി, വളരെ പ്രാർത്ഥനാപൂർവം ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഷ ആവസിക്കും. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇതേത് വാക്കാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മുമ്പ്. ഇത് പുറപ്പാട് പുസ്തകം എടുത്തേ. ഇന്ന് പറ്റുന്നവരൊക്കെ ബൈബിൾ എടുക്കണേ, കാരണം അത് വലിയൊരു തിരിച്ചറിവാണ്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരാശയമാണ് ഇവിടെ ലൂക്കാ സുവിശേഷത്തിൽ ആവർത്തിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. സമാഗമ കൂടാരത്തിൽ വാഗ്ദാന പേടകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ മേഘം അതിനെ പൊതിഞ്ഞ് നിന്നതുപോലെ ഇവിടത്തെ മറിയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് പൊതിഞ്ഞ് നിൽക്കുന്നു. മോശയ്ക്ക് അതിനെ അടുക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ആര്? യൗസേപ്പ് അതിനെ അടുക്കുന്നില്ല, അതിലേക്ക് അടുക്കാതെ നിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസിക്കലി പറയുന്നതാണ് അവിടെ വാഗ്ദാന പേടകം, ഇവിടെ മറിയം. അതുകൊണ്ടാണ് നമ്മൾ ലുത്തീനിയയിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചൊല്ലുന്നുണ്ട്, മനസ്സറിഞ്ഞാണോ എന്നേ സംശയമുള്ളൂ, നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, വാഗ്ദാനത്തിൻ്റെ പെട്ടകമേ, നിക്ഷേപത്തിൻ്റെ പാത്രമേ, മറിയമാണ് പുതിയ വാഗ്ദാന പേടകം. എന്താ കാര്യം? 3-4 സാമ്യങ്ങൾ കണ്ടെത്താൻ പറ്റും. അവിടെ വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിൽ 10 കൽപ്പനകളുടെ ഫലകമുണ്ട്, വചനമുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ വചനം മാംസമായി വന്നിരിക്കുന്നു. സത്യവചനം മറിയത്തിൻ്റെ ഉള്ളിൽ, അവൾ വാഗ്ദാന പേടകമാണ്. അവിടെ മന്നായുടെ കഷ്ണം വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആകാശത്ത് നിന്ന് പെയ്തിറങ്ങിയ അപ്പത്തിൻ്റെ കഷ്ണം വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിൽ. ഇവിടെ ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ജീവൻ്റെ അപ്പം മറിയത്തിൻ്റെ ഉള്ളിൽ. അവിടെ അഹറോൻ്റെ തളിർത്ത വടി, പൗരോഹിത്യത്തിൻ്റെ അടയാളമായ അഹറോൻ്റെ തളിർത്ത വടി ഈ വാഗ്ദാന പേടകത്തിനകത്തുണ്ടെങ്കിൽ, ഇവിടെ മഹാപുരോഹിതൻ, നിത്യപുരോഹിതനായ, എന്നേക്കുമായി ബലിയർപ്പിക്കുന്ന പുരോഹിതനായ മിശിഹാ തമ്പുരാൻ മറിയത്തിൻ്റെ ഉള്ളിൽ. അവിടെ വാഗ്ദാന പേടകം സ്വർണം കൊണ്ട് പൊതിയപ്പെട്ടെങ്കിൽ, ഇവിടെ വാഗ്ദാന പേടകമായ മറിയം കൃപ കൊണ്ട് പൊതിയപ്പെടുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണും, ഇവിടെ മറിയം എലിസബത്തിനെ തേടിപ്പോകുമ്പോൾ എലിസബത്ത് പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ എനിക്കെന്ത് യോഗ്യത. സംതിങ് സിമിലർ ഈസ് സെഡ് ബൈ ഡേവിഡ്. ദാവീദ് പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ വാഗ്ദാന പേടകം എന്നെ തേടി വരാൻ എനിക്കെന്ത് യോഗ്യത. മറിയം വാഗ്ദാന പേടകമാണ്. ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ്, നിങ്ങളിത് മാർഗത്തിൽ, നമ്മുടെ 50 ദിവസത്തെ മാർഗം സീരീസിൽ എൻ്റെ കൂടെ യാത്ര ചെയ്തവർക്കറിയാം, നമ്മളിങ്ങനെ പഴയ നിയമവും പുതിയ നിയമവും കൂടെ ബ്ലെൻഡ് ചെയ്താണ് അത് മുഴുവൻ പഠിച്ചത്. ഇന്നിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതാണ്, ദിസ് പ്രൂവ്സ് ദാറ്റ് ബൈബിൾ ഈസ് വൺ സിംഗിൾ ബുക്ക്. വ്യത്യസ്ത കാലത്ത് വ്യത്യസ്ത എഴുത്തുകാര് വ്യത്യസ്ത ഭാഷയിൽ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ഉള്ളിലിരുന്ന് വ്യത്യസ്ത ചരിത്ര പശ്ചാത്തലത്തിൽ എഴുതിയ പുസ്തകങ്ങളെല്ലാം കൂടെ തുന്നിക്കെട്ടി വെക്കുമ്പോൾ ഇതൊരൊറ്റ പുസ്തകമായി നമ്മൾ വായിച്ചു തീർക്കുന്നുണ്ടോ? അതാണ് ബൈബിളിൻ്റെ പിറകിലുള്ള ദൈവകരം, ദൈവനിവേശിത ഗ്രന്ഥം, ഡിവൈൻലി ഇൻസ്പയർഡ്, ഗോഡ് ബ്രെത്ത്. ദൈവം നിശ്വസിച്ച പുസ്തകമാണ് ബൈബിൾ. ദൈവിക പദ്ധതിയാണ് അതിൽ ഇതൾ വിരിയുന്നതെന്ന് നമുക്കപ്പോൾ അത്ഭുതത്തോടെ മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞ് മാലാഖ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുത്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. എല്ലാം മറിയത്തിന് മനസ്സിലായാലും ഇല്ലെങ്കിലും ഇതിൻ്റെ ശേഷം മറിയം പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി. ലൂക്ക 1:38 മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. ലാറ്റിൻ ചർച്ചിൽ, ലത്തീൻ ഭാഷയിൽ അത് പറയുന്നത് ഫിയാത്ത്. എത്ര സുന്ദരമായ വാക്ക്, ഫിയാത്ത്.
ഫിയാത്ത് എന്ന് പറഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബി. ലെറ്റ് ഇറ്റ് ബി. ഞാൻ പലരോടും പറഞ്ഞു കൊടുക്കും. എന്നെ വിളിച്ച് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ ഫീഡ് മൈ ഷീപ്പിൻ്റെ വാട്സാപ്പ് നമ്പറിലോ നേരിട്ടോ ഒക്കെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന, സങ്കടങ്ങൾ പറയുന്ന, ഒത്തിരി ഞെരുക്കങ്ങൾ പറയുന്നവരോട് ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാറുള്ളൊരു വാക്കാണിത്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കായി ഒരു മാജിക് വേർഡുണ്ട്. ശരിക്കും ജീവിതത്തിൻ്റെ നിലവാരത്തെ തന്നെ മാറ്റിക്കളയുന്നൊരു വാക്കാണിത്. ലെറ്റ് ഇറ്റ് ബി. നീ ആഗ്രഹിച്ചൊരു കാര്യം നടന്നില്ലേ? ഫിയാത്ത്. ലെറ്റ് ഇറ്റ് ബി. നീ വാങ്ങണമെന്ന് ആഗ്രഹിച്ച ഒന്ന് കിട്ടിയില്ലേ? ലെറ്റ് ഇറ്റ് ബി. നീ പ്രതീക്ഷിച്ചൊരു ജോലി പ്രതീക്ഷിച്ച സമയത്ത് നിന്നെ തേടി വന്നില്ലേ? ലെറ്റ് ഇറ്റ് ബി. നീ നിന്നോട് മിണ്ടുമെന്ന് ആഗ്രഹിച്ച ഒരാൾ നീ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലേ? അകലെ വിട്ടു പോവുകയാണോ? ലെറ്റ് ഇറ്റ് ബി. ലെറ്റ് ഇറ്റ് ബി. ഫിയാത്ത്. ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞ് ശീലിക്കണം ജീവിതത്തിൽ. അത് വല്ലാത്തൊരു മാജിക് വേർഡാണ്. ലെറ്റ് ഇറ്റ് ബി. അതങ്ങനെ ആകട്ടെ എന്നങ്ങ് വെക്കുക. അപ്പോൾ ഈ വാക്കിൻ്റെ ബ്യൂട്ടി, ഫിയാത്ത് എന്ന വാക്കിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ ആ ഭാഷയുടെ ആ വാക്കിൻ്റെ ഭംഗിയല്ല. ലെറ്റ് ഇറ്റ് ബി, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ആ വാക്കില്ലേ, അതിൻ്റെ ഭംഗി, അതിൻ്റെ ഭാഷാ സൗന്ദര്യമോ ആ വാക്കിൻ്റെ ഭംഗിയോ അല്ല. പിന്നെന്താ അതിനെ അതിസ്വാഭാവികമാക്കുന്നത്? അത് പറയാൻ ഒരാൾ കൊടുക്കുന്ന വിലയുണ്ട്. ജീവിതത്തിൽ ഫിയാത്ത്, ലെറ്റ് ഇറ്റ് ബി. മറിയം ഫിയാത്ത്, ലെറ്റ് ഇറ്റ് ബി, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ അവൾ കൊടുക്കേണ്ടി വന്ന വില എന്താണ്? അവളത് പറഞ്ഞപ്പോൾ കാണുന്നില്ല, മുമ്പിലൊരു ബേത്ലഹേം കാത്തിരിപ്പുണ്ട്. വാതിലുകൾ തനിക്ക് നേരെ കൊട്ടി അടയ്ക്കപ്പെടുന്ന, കന്നുകാലിക്കൂടിൻ്റെ ദാരിദ്ര്യത്തിലേക്ക്, അതിൻ്റെ പരിമിതികളിലേക്ക് അവൾ ചുരുക്കപ്പെടുന്ന ഒരു ബേത്ലഹേം കാത്തിരിപ്പുണ്ട്. അവ്യക്തതയുടെ, ഭീതിയുടെ, ഭയപ്പാടിൻ്റെ ഈജിപ്ത് അവളെ കാത്തിരിപ്പുണ്ട്. ശിമയോൻ്റെ പ്രവചനം അവളെ കാത്തിരിപ്പുണ്ട്. കാൽവരിയുടെ നൊമ്പരം അവളെ കാത്തിരിപ്പുണ്ട്. അവളുടെ ചങ്കിനെ തുളയ്ക്കുന്നൊരു വാള് അവളെ കാത്തിരിപ്പുണ്ട്. അവളുടെ പുത്രൻ്റെ ചേതനയറ്റ ഉടല് ഒരമ്മ കൈക്കുഞ്ഞിനെ കയ്യിലെടുക്കുന്നത് പോലെ മടിയിൽ കിടത്തി ഇരിക്കേണ്ടി വരുന്ന ഒരു നേരം അവളെ കാത്തിരിപ്പുണ്ട്. ഫിയാത്ത് പറഞ്ഞതിന്, ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞതിന് അവൾ കൊടുക്കേണ്ടി വന്നൊരു വിലയാണത്. ആ വിലയാണ് ആ വാക്കിനെ ഭംഗിയുള്ളതാക്കുന്നത്, ആ വാക്കിനെ അതിസ്വാഭാവികമാക്കുന്നത് എന്ന് ഓർക്കണേ. മുമ്പിലുള്ളതെല്ലാം കണ്ടിട്ട് മുന്നോട്ടുള്ള യാത്രയിലെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കിയിട്ട് പറയുന്നതല്ല ഫിയാത്ത്. അതല്ല വിശ്വാസം. പിന്നെയോ, മുമ്പിൽ മുഴുവൻ അവ്യക്തതയാണെങ്കിലും മുമ്പിൽ നടക്കുന്നവനെ കണ്ടിട്ട് പറയേണ്ടതിൻ്റെ പേരാണ് ഫിയാത്ത്. ആ ഫിയാത്താണ് നമ്മുടെ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം. ജീവിതത്തിൽ എപ്പോഴും ഓർത്തേക്കണേ, ഇനി നടക്കാനുള്ള മുഴുവൻ കാര്യങ്ങളുടെയും ബ്ലൂ പ്രിൻ്റ് കിട്ടിയിട്ട് നാളെ എങ്ങനെയാകും, മറ്റന്നാൾ എങ്ങനെയാകും, അങ്ങോട്ട് തിരിഞ്ഞാൽ എങ്ങനെ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ എങ്ങനെ, ഫുൾ ഡീറ്റെയിൽസ് കണ്ടെത്തിയിട്ട് പിന്നെ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നതല്ല കേട്ടോ വിശ്വാസം. മുമ്പിൽ എന്താകും, നാളെ എങ്ങനെയാകുമെന്ന് ഒരു വ്യക്തതയില്ലാത്തപ്പോഴും മുമ്പേ നടക്കുന്നവൻ്റെ മുഖം കണ്ടിട്ട് എൻ്റെ മുമ്പിൽ എൻ്റെ നാഥനുണ്ടെന്നുള്ള തിരിച്ചറിവോടെ പറയേണ്ട വാക്കാണ് ഫിയാത്ത്. ഐ സറണ്ടർ. സെയിൻറ്റ് ബെർണാഡ് ഓഫ് ക്ലെയർവോക്സ്, നമ്മൾ കഴിഞ്ഞ ഫിയാത്ത് റിട്രീറ്റിൽ മനസ്സിലാക്കിയതാണ്. സെയിൻറ്റ് ബെർണാഡ് ഓഫ് ക്ലെയർവോക്സ് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പോയറ്റിക്കലി പറയുകയാണ്, കവിതാരൂപത്തിൽ പറയുകയാണ്, മറിയമേ ആൻസർ ക്വിക്ലി. മറിയമേ നീ വെച്ചുകൊണ്ടിരിക്കാതെ വേഗം മറുപടി പറ മറിയമേ. അതിനെ ആലങ്കാരികമായിട്ട് അങ്ങനെ അവതരിപ്പിക്കുന്നത് മനുഷ്യകുലം പടച്ചുകൊണ്ടിരിക്കുകയാണ്. മറിയത്തിൻ്റെ ഉത്തരം നമ്മളെല്ലാം ബാധിക്കും. അന്ന് മറിയത്തിൻ്റെ ഉത്തരം ചരിത്രത്തെയും മാനവകുലത്തെ മുഴുവൻ ബാധിച്ചെങ്കിൽ ഇന്ന് ദൈവിക പദ്ധതിയോട് നിങ്ങൾ പറയാൻ പോകുന്നൊരു ഫിയാത്തുണ്ടല്ലോ, നിങ്ങൾ പറയാൻ പോകുന്നൊരു ലെറ്റ് ഇറ്റ് ബി, ഒരു സറണ്ടറിങ്, അത് നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുപാടുള്ള ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കും. ദൈവകൃപയുടെ മഴ പെയ്ത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കാണും എന്ന് മനസ്സിലാക്കണേ. ആ മൊമെൻറ്റിൽ, അവൾ ഫിയാത്ത് പറഞ്ഞ മൊമെൻറ്റിൽ എന്താ സംഭവിച്ചത്? വേർഡ് ബിക്കെയിം ഫ്ലഷ്. വചനം മാംസമാകുന്നു. വചനം മാംസമാകുന്നു. വേർഡ് ബിക്കെയിം ഫ്ലഷ്. ഇടിമുഴക്കമില്ല, മിന്നലില്ല, കൊടുങ്കാറ്റില്ല, ഭൂകമ്പമില്ല, ഒരു ബഹളവുമില്ലാതെ വചനം മാംസമാകുന്നു. ഒറ്റ കാര്യം നടന്നുള്ളൂ, അവൾ പറഞ്ഞു സമ്മതം. വചനം മാംസമായി. ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടന്നത് നിശബ്ദതയിലാണ് പ്രിയമുള്ളവരെ. ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടന്നത് നിശബ്ദതയിലാണ്. നമുക്കാണെങ്കിൽ ഇന്നൊട്ടും ആ സൈലൻസിനെ പുൽകാൻ പറ്റുന്നുമില്ല.
നിശബ്ദതയിലാണ് ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ നടക്കുന്നതെന്ന് തിരിച്ചറിയണേ. ഗ്രേറ്റസ്റ്റ് മിറക്കിൾ ഹാപ്പൻസ് ഇൻ സൈലൻസ്. ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത് നിശബ്ദതയിലാണ്. ഒരു കാര്യം കൂടെ ഇതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ. ഈ വാക്യം ഇങ്ങനെയാണ്. ഇതും കൂടെ ഇത് കേൾക്കുന്നവരും ശ്രദ്ധിക്കുന്നവരും ഒന്ന് കുറിച്ചിട്ടേക്ക്, കമൻസിൽ കുറിച്ചിട്ടേക്ക്. ബാക്കി നിങ്ങൾക്ക് ടോക്ക് മുഴുവനായിട്ടും ഒക്കെ കുറിച്ചിടുന്നവരെ കണ്ടു. ഒത്തിരി നന്ദി കേട്ടോ. വലിയ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. വീഡിയോ മുഴുവൻ കണ്ടിട്ട് കമൻസിലൂടെ പോകുമ്പോൾ ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ടോക്ക് തന്നെ എഴുതിയിട്ടിരിക്കുന്ന കണ്ടപ്പോൾ സന്തോഷം തോന്നി. എനിക്കപ്പോൾ പതിവ് പോലെ വീണ്ടും മാർഗം പോലെ വീണ്ടും ഒരു ആഗ്രഹം, ദൈവം ഇത്ര നന്നായിട്ട് എഴുതുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വീണ്ടും ഒരു ചെറിയ കൈപ്പുസ്തകമായിട്ടെങ്കിലും കിട്ടിയാൽ ഇത് മിസ്സായി പോകാതിരിക്കുമല്ലോ എന്നൊരാഗ്രഹവും തോന്നി. യെസ്, ഇനി മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞ ഒരു എക്സ്ട്രാ കാര്യം പോലെ ഇവിടെ ഈ മൊമെൻറ്റിൽ ദൈവം മനുഷ്യനായി വചനം മാംസമായി എന്ന് പറഞ്ഞില്ലേ, ഒരു കാര്യം പറയാനുണ്ട്. ഇത് ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കണേ. ഗോഡ് എൻറ്റേഴ്സ് ദ വേൾഡ് ആസ് ആൻ അൺബോൺ ചൈൽഡ്. God enters the world as an unborn child. ദൈവം ലോകത്തിലേക്ക്, ഭൂമിയിലേക്ക്, ചരിത്രത്തിലേക്ക് പ്രവേശിച്ചത് ഇനിയും പിറക്കാത്ത ഒരു പൈതലായിട്ടാണ്. God enters the world as an unborn child. ഇത് ഞാൻ പറയാൻ കാര്യം എന്താ? ഇനിയും പിറക്കാത്തൊരു കുഞ്ഞായി ഒരമ്മയുടെ ഉദരത്തിലേക്കാണ് ദൈവം തന്നെ ഇറങ്ങി വന്നതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ കാക്കണേ. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ കൈവിട്ട് കളയരുതേ. അവരുടെ രക്തം ചിന്തരുതേ. അബോർഷൻ വളരെ യൂഷ്വലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന, അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കാരണങ്ങളേറെ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഓൾവേസ് റിമെമ്പർ ഗോഡ് എൻറ്റേഴ്സ് ദ വേൾഡ് ആസ് ആൻ അൺബോൺ ചൈൽഡ്. ദൈവം ഭൂമിയിലേക്ക് പ്രവേശിച്ചത് ഇനിയും പിറക്കാത്ത ഒരു പൈതലായി ഒരമ്മയുടെ ഉദരത്തിലേക്കാണ്. ആ ഉദരവും ആ കാലവും ഏറ്റവും പവിത്രമായിരിക്കണേ, ഏറ്റവും വിശുദ്ധിയോടെ ആയിരിക്കണമേ എന്ന് ഇതിനിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ ഇന്ന് ധ്യാനിച്ച ഈ ധ്യാനം, ഫിയാത്ത്, സറണ്ടറിങ്, ഇത് നമ്മളെ പഠിപ്പിക്കുന്നതെന്നറിയാമോ? നിങ്ങളുടെ ഭാവി നിങ്ങൾ ആശ്രയിക്കേണ്ടത് നിങ്ങളുടെ കഴിവിലോ നിങ്ങളുടെ ചുറ്റുപാടിലോ അല്ല, മറിച്ച് ദൈവതിരിഹിതത്തോട് പറയുന്ന യെസ്. അത് പറയാൻ ഇപ്പോൾ പറ്റുന്നുണ്ടോ? അതോ സ്ട്രഗ്ലിംഗ് ആണോ? അതിൽ ബാക്കിയൊക്കെ ഓക്കെ, പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഓക്കെ, ബട്ട് ആർ യു റെഡി ടു സേ എ വെരി വില്ലിംഗ് ഫുൾ യെസ് ടു ദ പ്ലാൻ ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ പദ്ധതിയോട് യെസ് പറയാൻ റെഡിയാണോ? നിൻ്റെ ജീവിത സാഹചര്യത്തിൽ, കുടുംബാന്തരീക്ഷത്തിൽ, നിൻ്റെ ദൈവവിളിയിൽ നിന്നുകൊണ്ട് യെസ് പറയാൻ പറ്റണം. ലോർഡ് ബ്ലസ് അവർ പ്ലാൻസ്. ദൈവമേ, എൻ്റെ പദ്ധതികളെ ആശീർവദിക്കണമേ എന്നല്ല കേട്ടോ പ്രാർത്ഥിക്കേണ്ടത്. ലോർഡ് ലെറ്റ് യുവർ പ്ലാൻസ് ബിക്കം മൈൻ. ദൈവമേ, നിൻ്റെ പദ്ധതികൾ എൻ്റെ പദ്ധതികളാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഇന്നത്തെ പ്രാർത്ഥന മുഴുവൻ എന്താ? നമ്മൾ നമ്മുടെ പ്ലാനും പദ്ധതിയുമായിട്ട് വന്നിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോർഡ് ബ്ലസ് അവർ പ്ലാൻസ്. കീറിക്കള പ്രാർത്ഥനകൾ. എന്നിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം? ലോർഡ് ലെറ്റ് യുവർ പ്ലാൻസ് ബിക്കം മൈൻ. കർത്താവേ, നിൻ്റെ പദ്ധതികൾ എൻ്റെ പദ്ധതികളായി മാറട്ടെ, ഞാനതിനെ ഏറ്റെടുക്കട്ടെ. ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് ഫോളോ യുവർ ഹാർട്ട്. നിൻ്റെ ഹൃദയത്തെ നീ പിൻചൊല്ലുക, നിൻ്റെ ഹൃദയം പറയുന്നത് നീ കേൾക്കുക എന്നാണ്. പക്ഷേ ഫോളോ ദ വേർഡ്. കർത്താവിൻ്റെ വചനത്തെ, കർത്താവിൻ്റെ വാക്കിനെയാണ് നീ പിൻചൊല്ലേണ്ടത് എന്നോർക്കുക. ലോകം പഠിപ്പിക്കുന്നു പ്രൊട്ടക്റ്റ് യുവർ ഫ്യൂച്ചർ. നിൻ്റെ ഭാവിയെ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ, കുടുംബത്തിൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കുക. എന്നാൽ ഈ ധ്യാനം നമ്മളെ പഠിപ്പിക്കുന്നു എൻട്രസ്റ്റ് യുവർ ഫ്യൂച്ചർ. നിൻ്റെ ഭാവിയെ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുക, സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, അവസാനിപ്പിക്കുകയാണ്. ആ ഒരു മൊമെൻ്റ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ വരുവേ. അത് വരും, അത് കാത്തിരിക്കണം, അതിനുവേണ്ടി ഒരുങ്ങണം. ഏതൊരു മൊമെൻ്റാണെന്നറിയാമോ? നമ്മളിങ്ങനെ മറിയം നിന്നതുപോലെ സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരു മൊമെൻറ്റ്. അറ്റ്മോസ്റ്റ് സൈലൻസ്, ആരും കൂടെയില്ല, ഒരു എക്സ്പ്ലനേഷൻസും കിട്ടുന്നില്ല. മുമ്പിലെങ്ങനെ, മുമ്പോട്ടെങ്ങനെ, ഒരു എക്സ്പ്ലനേഷൻസും കിട്ടുന്നില്ല. കിട്ടുന്ന എക്സ്പ്ലനേഷൻസ് ആകട്ടെ ഒന്നും കൺവിൻസിങ് അല്ല, ഒന്നും കൺവിൻസിങ് അല്ല. ഒരു സർട്ടനിറ്റി ഇമ്പോസിബിൾ ആകുന്നൊരു മൊമെൻറ്റ്, ജീവിതത്തെക്കുറിച്ചുള്ളൊരു വ്യക്തത അസാധ്യമാകുന്നൊരു മൊമെൻറ്റ് വരും. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ പേരെങ്കിലുമൊക്കെ ഇപ്പോൾ ആ മൊമെൻറ്റിലാണ്. ഒരു എക്സ്പ്ലനേഷൻസും ഇല്ല. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ആൻഡ് അറൗണ്ട് മീ, ഹു നോസ്? ആരൊക്കെയോ എക്സ്പ്ലനേഷൻസ് പറയാൻ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു എക്സ്പ്ലനേഷൻസും നമുക്ക് കൺവിൻസിങ് അല്ല. ഒരു വ്യക്തത കിട്ടുന്നില്ല, അത് കിട്ടാൻ സാധ്യത പോലും ഇല്ലാത്തൊരു നേരം. ആ നേരത്ത്
നമ്മുടെ കയ്യിലുണ്ടാകേണ്ടത് ഒരൊറ്റ വാക്കാണ്, ഫിയാത്ത്. ഫിയാത്ത്. ലെറ്റ് ഇറ്റ് ബി. ലെറ്റ് ഇറ്റ് ബി. അതങ്ങനെ ആകട്ടെ കർത്താവേ. അതങ്ങനെ ആകട്ടെ എന്നുള്ളത് ഒരു പാസീവ് സിഗ്നേച്ചർ അല്ല, ഒരു പാസീവ് പിണങ്ങിയിട്ടിടുന്നൊരൊപ്പല്ല, മറിച്ച് വിത്ത് ഓൾ ഫെയ്ത്ത് ഐ സറണ്ടർ. എനിക്ക് മനസ്സിലായി കർത്താവേ, നിൻ്റെ കയ്യിലൊരു പദ്ധതി ഉണ്ടെന്ന്. ഞാൻ ഒന്നും കാണുന്നില്ല, നിൻ്റെ മുഖം കാണുന്നുണ്ട്. ഐ എം റെഡി ടു വോക്ക് വിത്ത് യു. വോക്കിംഗ് വിത്ത് മേരിയുടെ ഈ സീരീസിൽ ലെറ്റ്സ് ബി റെഡി ടു വോക്ക് വിത്ത് അവർ ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ ഒപ്പം നമുക്ക് നടക്കാം. മറിയത്തിൻ്റെ കൈ പിടിച്ച് നടക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഈശോയെ, നിൻ്റെ പരിശുദ്ധിയെ, പരമാധികാരത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. മറിയത്തോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവ്യക്തതയുടെ നേരങ്ങളിൽ, ജീവിതത്തിൻ്റെ ഭയപ്പാടിൻ്റെ സംശയങ്ങളുടെ നേരത്തിൽ മറിയത്തോട് ചേർന്ന് ഞങ്ങൾ പറയട്ടെ, ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി. ഫിയാത്ത്. ലെറ്റ് ഇറ്റ് ബി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.